പരാതി കള്ളമെന്ന് തെളിഞ്ഞു, മാല കണ്ടെത്തി. പക്ഷേ എന്നിട്ടും ഇവർ നേരിട്ട മാനസിക പീഡനത്തിന് ഇപ്പോഴും അറുതിയായിട്ടില്ല. ഏറ്റവും കൗതുകരമായ കാര്യം, ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര്, പ്രസന്നൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ആവർത്തിച്ച് ഏറ്റവും കൂടുതൽ അപമാനം, ഏറ്റവും കൂടുതൽ ദുരനുഭവം ഉണ്ടായത് പ്രസന്നൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നാണെന്ന് ആവർത്തിച്ച് ബിന്ദു പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെ പ്രസന്നനെതിരെ എന്തെങ്കിലും പ്രാഥമിക തലത്തിൽ പോലും അന്വേഷണം തുടങ്ങിയോ നമ്മുടെ സംവിധാനങ്ങൾ? ഇല്ല. എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ ഇത്രയും താൻ നേരിട്ട പ്രയാസങ്ങൾ, ഒരു രാത്രിയും ഒരു പകലും മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ താൻ നേരിട്ട ദുരനുഭവങ്ങൾ തുറന്നു പറയേണ്ടി വന്നു? അഥവാ മാല താൻ എടുത്തു എന്ന് സ്ഥിരീകരിച്ചില്ലെങ്കിൽ തന്റെ മക്കളെ കൂടി ഇതിലേക്ക് വലിച്ചിഴയ്ക്കും, കള്ളക്കേസിൽ കുടുക്കുമെന്ന് പോലീസ് ഭീഷണിപ്പെടുത്തിയെന്ന് ഒരു സ്ത്രീ പറഞ്ഞിട്ട് ദിവസം ഇത്രയായി നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ ഇതുവരെ അനങ്ങിയിട്ടില്ല. ബിന്ദുവിന്റെ മറ്റൊരു പ്രതികരണം കൂടി കേൾക്കാം. എന്താണ് അവർ നേരിട്ടത് എന്ന അനുഭവം അവർ ടെലിഫോണിൽ പങ്കുവയ്ക്കുന്നത്. മുഖ്യമന്ത്രിക്ക് നമ്മൾ അവിടെ, ഞാൻ വക്കീല് വെച്ച് അവിടെ ചെന്നു, പരാതി നമ്മൾ കൊടുത്തു. പരാതി കൊടുത്തപ്പോൾ വായിച്ചൊന്നും നോക്കിയില്ല, അങ്ങ് കൊടുത്തിട്ട് അത് ഈ മാല കാണാതെ പോയ വീട്ടുകാരെ പരാതിപ്പെടും, പോലീസ് പിടിക്കും, അതൊക്കെ കോടതിയിലാണ് എന്ന് ഇത്രേ പറഞ്ഞോളൂ. ആരാ പറഞ്ഞത്? ശശി എന്ന് പറയുന്ന പ്രൈവറ്റ് സെക്രട്ടറി ആണല്ലേ? മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി. മുഖ്യമന്ത്രി നേരിട്ട് കണ്ടിരുന്നല്ലോ? മുഖ്യമന്ത്രി നേരിട്ട് കണ്ടില്ല. ശശി സാറ് മറ്റേ നോർമലായിട്ടാണോ സംസാരിച്ചത്, അതോ റഫായിട്ട് ദേഷ്യത്തിലാണോ? അല്ല, ഞാൻ ആത്തേറ്റ് കാണുന്നത്, എനിക്ക് എവിടെ ഒന്നും അറിയത്തൊന്നുമില്ല, ആത്തേറ്റ് കാണുന്നതാ. അപ്പൊ ഞാൻ വക്കീലിനോട് ചോദിച്ചത് ആരെന്ന് ചോദിച്ചപ്പോൾ പി ശശി മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്ന് പറഞ്ഞു. സംസാരിച്ചില്ലല്ലോ സാധാരണ? ഇല്ല, അങ്ങനെ സംസാരിച്ചില്ല. നല്ല നമ്മള് അപ്പഴന്നെ പെട്ടെന്ന് ഇറങ്ങി. മുഖ്യമന്ത്രിയോട് പറയാന്നോ അങ്ങനെ വല്ലതും പറഞ്ഞിരുന്നോ? അങ്ങനെ ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഹരീഷ് തുടരുന്നുണ്ട്. ഹരി, അവർ ആ പരാതി അറിയിച്ചപ്പോൾ കിട്ടിയതാണ്. മോഷണം ആരോപണം വന്നു കഴിഞ്ഞാൽ പോലീസ് പിടിക്കും അല്ലേ, കോടതിയിൽ അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് വളരെ ഒരു ശ്രദ്ധയുമില്ലാതെ അല്ലെങ്കിൽ അവഗണിക്കുന്ന നിലയിലുള്ള ഒരു മറുപടിയായിട്ട് തന്നെ അതിനെ കണക്കാക്കാം. ഒരു സ്ത്രീ അവർ നേരിട്ടൊരു അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ കുറച്ച് അനുഭാവപൂർണ്ണമുള്ള ഒരു പ്രതികരണമെങ്കിലും നടത്താമായിരുന്നു, നടപടികൾ എടുത്തില്ലെങ്കിൽ പോലും അതുപോലും ഉണ്ടായില്ല. ഇപ്പം എവിടെ നിന്നാണ് സത്യത്തിൽ ബിന്ദു നീതി പ്രതീക്ഷിക്കേണ്ടത്? അല്ല, ഇത് അവഗണിച്ചില്ലായിരുന്നുവെങ്കിൽ ബിന്ദുവിന് ഇങ്ങനെ ഒരു പ്രതികരണവുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരുപക്ഷെ വരേണ്ടി വരില്ലായിരുന്നു. കാരണം അവർക്ക് നീതി ലഭിച്ചില്ല എന്നവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടായിരിക്കണമല്ലോ അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അവരുടെ വിഷമങ്ങൾ പറഞ്ഞത്. ആ പോലീസ് സ്റ്റേഷനിൽ നടന്ന ഓരോ സംഭവവും അവർ ഓർത്തെടുത്ത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറയുന്നുണ്ട്, അവരുടെ വാക്കുകൾ ഇടറുന്നുണ്ട്. അത് നമുക്ക് ആ ബൈറ്റുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം അത്രയും മാനസികമായി അവർ വിഷമിച്ചിട്ടുണ്ട്, അത്രയും മോശമായ രീതിയിൽ പോലീസുകാർ അവരോട് പെരുമാറിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവർ വനിതാ പോലീസുകാരുൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നിട്ട് പോലും അവർക്ക് ഇതിലൊന്ന് തിരുത്താനോ അങ്ങനെയൊന്നും സാധിച്ചിട്ടില്ലല്ലോ എന്ന് വേണം നമ്മൾ ചിന്തിക്കേണ്ടത്. മാത്രമല്ല, ഈ നടപടിക്രമങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിൽ നടക്കുമ്പോൾ ഇപ്പോൾ വിവസ്ത്രയാക്കി എന്ന് പറയുന്നു, ശുചിമുറിയിൽ പോയി വെള്ളം കുടിക്കാൻ പറയുന്നു, പട്ടിണി കിട്ടൂ എന്ന് പറയുന്നു, ചീത്ത വിളിച്ചു എന്ന് പറയുന്നു, അത്ര അസഭ്യം പറഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ആർക്കും അവിടെ ആ പോലീസുകാരനെതിരെ ആർക്കും ഒന്നും ചോദിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ചിലപ്പോൾ ഉയർന്ന ഉദ്യോഗസ്ഥനായിരിക്കാം, പ്രസന്നൻ എന്നാണ് അവർ എടുത്തു പറയുന്ന ആ പേര്, പല ആവർത്തി അവരത് പറയുന്നുണ്ട്. അത്രയും വിഷമിച്ചിട്ടായിരിക്കണം അവർ ആ കാര്യങ്ങൾ, ഈ പ്രസന്നൻ എന്ന പോലീസുകാരൻ ഈ രീതിയിൽ പെരുമാറി എന്ന് പറഞ്ഞത്. ഇനി അദ്ദേഹത്തിനൊപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ ഇതുപോലെ സംസാരിക്കാൻ എന്നുള്ളത് അന്വേഷണത്തിന് വിധേയമാകേണ്ട കാര്യമാണ്. ഒരു കാര്യം കൂടി, ഇപ്പോഴും ഈ പോലീസുകാരൊക്കെ ആ രീതിയിൽ സർവീസിൽ തുടരുന്നുണ്ട്. ഒരു അന്വേഷണം വരികയാണെങ്കിൽ അവരെ നിലനിർത്തിക്കൊണ്ട് ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകണോ, അതോ അവരെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നേരിടണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്ന നടപടിക്രമങ്ങളാണ്. അതെല്ലാം എന്തായാലും പ്രഹസനമായിരിക്കും ദിവിഷ്, അതിലൊരു സംശയവുമില്ല.